എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അമ്പിളിയായി ഇനിയിപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലേ, പുതിയ ബന്ധുക്കളൊക്കെ ആയല്ലോ. ആരും ചിരിച്ചില്ല മാവ, ചമ്മിപ്പോയി. മോനെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കണേ മോനെ. ജീവിച്ചിരിക്കണേ നോക്കാം മാവ, വിട് വിട്. അയാള് നമ്മുടെ ചക്കനെ കൊല്ലു. ഇവരുടെ കൂട്ടത്തിലൊരു അമ്മാവനില്ലായിരുന്നോ? നിങ്ങളെങ്ങനെ അയാളെ കുടിപ്പിച്ച് കൊന്നോ? നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. എന്നാ പിന്നെ ഇറങ്ങാം. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചുറുചുറുക്കുള്ള പയ്യനാ. അവന് തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ. നീ പോയില്ലേ? നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതെ കുറച്ച് കാര്യങ്ങളോട് അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. റെസ്റ്റ് എടുത്തോ? അല്ല ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോ? അല്ലാന്ന് അവിടെ ആൾക്കാരൊക്കെയാണ്. റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിളിക്കും. അല്ല ഞാൻ അടിച്ചു വിളിക്കൂട്ടാ. സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ ഓക്കെ ഇട്ടോ ഇട്ടോ എടുത്തോ 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 എടുത്തോ. ഓക്കെ ഓക്കെ പോയി കിട്ടിയിട്ടുണ്ടാവും. ഇനി പന്തൽ പന്തൽ നോക്കി നോക്കി ഈ ഇടയിലുള്ളൊന്നും കത്തണല്ലോ. മഴ ഊര് നോക്കാം ഊര് നോക്കാം. ഏയ് നിങ്ങൾ ഇത് കണ്ടെങ്ങോട്ടാണ്? ആ ടർസിൽ പോവാ, അവിടെയല്ലേ പരിപാടി. എടുത്ത് കള്ളല്ലത് പൂവാണ്. പൂവാ പറ്റിച്ചാണെങ്കില ഉണ്ണികളിനാണ്, പറ്റിക്കും പറയാൻ പറ്റൂല. അതെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് കവർ ഓർന്ന് കാണിച്ചിട്ടില്ല പോടാ. എന്റെ ഒരു സമാധാനത്തിനാന്ന്. ഒന്ന് പോയി ഇറക്ക. ചേച്ചി അളിയനോ? ദേഹത്തുണ്ട്. ആ അളിയാ ആരത്? അവിടെ പോയി കളിച്ചടാ. എല്ലാം സെറ്റ്. എന്താ കളിയത്? പൂവ് പൂവ് പൂവ്. ആ പൂവും വേണ്ട, പൂന്തളിരും വേണ്ട. ഉള്ളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങണല്ലോ. ആളി ഒന്ന് പുറത്തിറങ്ങി ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അളിയാ ബില്ല് വെച്ചോ. സുഗന്ധി ഫ്ലവേഴ്സ് കല്യാണഹാരം മുല്ലപ്പൂ റബേക്കെ ബൊക്കെ 16,500 രൂപയെ. കാശിറക്കിയുള്ള പരിപാടി എന്റെ കാശല്ലേ? ആരെ കാശായാലും പരിപാടി കളാണോ അല്ലേ? 16,500 രൂപയ്ക്ക് ഈ പൂവും പൂക്കലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് കുറെ കുപ്പി എടുത്ത് വെച്ചിരുന്നെങ്കിലോ? നാളെ ക്രിസ്മസ് ആണ്, ബിവറയിൽ അടുക്കാൻ പറ്റൂല. പോയി കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. വന്നമ്മേ. അളിയനെ അറിയാലോ, അച്ഛന്റെ സ്ഥാനത്തല്ല ഞാൻ അളിയനെ കാണുന്നത്. ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്, കൊളാക്കരുത് പ്ലീസ്. ചിക്കൻ ഫ്രൈ എടുത്തു. നീ നടക്ക്. എന്റെ കൺമണി കൺമണി. അല്ല സിമി പാഴ്സലല്ലേ? സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ എന്താ മോന്റെ പേര്? ശരൺ. ശരൺ, നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു, മുട്ടം വൈറലായിരുന്നു. പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ? അവന്റെ ശൃംഗാരം കൂടെ പഠിച്ചതാ, കൂട്ടുകാരിയാ, ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ, വാ. ഈ വാർപ്പ് എടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചേ. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ 4 പേരെ വിളിക്കാൻ പോവല്ലേ? പന പോലെ വളർന്നില്ലോ, നിന്നെ കൊണ്ട് സാധിക്കും. പിടിച്ചേ. ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ.
ഇതെന്താ ഉണ്ണികളി എത്ര നീളം? നീളം വേണ്ട പിന്നെ. ഇത് പൊങ്ങി നിക്കണല്ലോ. അത് പരിചയക്കുറവുണ്ടാ. എന്താ മോളെ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അയ്യോ ബാത്റൂം ഇവിടെ അല്ലല്ലോ, അവിടെയാണ്. കുത്തിപ്പൊക്കി നിർത്തിയല്ല. ഡ്രസ്സൊക്കെ പെട്ടെന്നാവട്ടെ. അമ്മയായിരുന്നു. എന്താടാ ഇവിടെ? ഇവിടെ ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ. ഇതെന്താ ഇവിടെ കലാപരിപാടി? ഇവിടെ നമ്മുടെ അളിയൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നു. സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇത് രണ്ട് സൈഡ് മടക്കി ഒരേ രീതിയിലുള്ള രണ്ട് അരയന്നക്കുട്ടന്മാർ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണോ നിങ്ങൾ അരയുന്നത്? അല്ല ഇത് ഉണ്ടാക്കിയപ്പോ അറിയുന്നായിരുന്നു. ഇപ്പൊ ഇത് പൊങ്ങിക്കണം. എടാ എടുത്തോളൂ ഇൻസുലേഷൻ. ഇറങ്ങി പോടാ അവിടുന്ന്. അല്ല ഇൻസുലേഷൻ എന്തിനാണ്? പിടിച്ചിട്ട് പോയടാ. കുറച്ചുകൂടെ പരിപാടി വേണ്ട, നീ അങ്ങോട്ട് പോയേ. അറിയുന്ന പൊളിഞ്ഞ ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്താണ് ഓക്കിന് എല്ലാ ഓക്കിന് പിന്നെന്താ? എന്നാ ടെറസിപ്പി പറഞ്ഞ അടിക്കാം. മോളെ ഈ റൺവേ ഉണ്ടാ, ഇതൊക്കെ പണ്ട് ഇഷ്ടികളായിരുന്നു. പഴയ പഴയ ഓർമ്മകൾ, വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വിളിച്ച് താമസിക്കുക. മൊത്തത്തിൽ വിഷയമായിരുന്നു. ടോമിയുടെ വീട്ടിൽ കോംപ്രമൈസ്. അത് കഴിഞ്ഞ് ഞാനും മുട്ടസിപ്പിയും കൂടി വരുന്നു. മഞ്ഞപ്ര അരമന ഭാഗത്തി പോകുന്ന ഒരു 1.5 അടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, കച്ചറകളാണവിടെ, ഇവനടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു നീ അടിച്ചോ, ഞാനില്ലാന്ന് പറഞ്ഞു. ഇവൻ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ഇവനെ കാണാനില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ നമ്മുടെ ആശാനെ എയർമ നിർത്തിക്കുക 10 12 പേര്. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഞാനും മുട്ടസിപ്പിയും കൂടിയിട്ട് ചൂട്ടപട എല്ലാവരും പറന്നോടി. ചേട്ടന്മാരാണോ ഓടിയത്? കരിഞ്ഞു പോയത്. അവരോടി, മനസ്സിലായ? ഓ ഹലോ ഉണ്ണിയെ തുടങ്ങാറായോ? ഇവിടെ സെറ്റ് ആവണല്ലോടാ. ആ ഇവിടെ നല്ല ലൂബിക്ക ഉപ്പിലിട്ട് തിരിപ്പുണ്ട്. എടുക്കട്ടെ? ടച്ചിങ്സ് അടിക്കാം. എടുത്തിച്ചോ. അതെ വിളിക്കുമ്പോൾ കേട്ടാ മറക്കരുത്. ഓക്കെടാ. എടി ഒരു കവറിങ് എടുത്തേ. ആരളിയാ? മറ്റേ അമ്മ ഈ സ്വർണം വെക്കാൻ ഫ്രിഡ്ജിലോ? അല്ല, എവിടെയാ വെക്കണ്ടേ? റൂമിൽ ഷെൽഫില്ലേ, അതിൽ കൊണ്ടുവച്ചാ മതി. ആ ശരി. കുത്തി കറങ്ങാലോ. അതെ, അവൻ നിന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞതാ. നിന്റെ കുത്തി കറക്കം ഇപ്പൊ കാണിച്ചു തരാട്ടാ. കള്ളൻ.